രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി കെ മുരളീധരൻ രംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലും രാഹുലിന് പ്രവേശനമില്ലെന്ന് കെ മുരളീധരൻ. പാർട്ടിയുടെ പ്രചാരകനല്ല രാഹുൽ. അദ്ദേഹത്തിന് വ്യക്തിപരമായി ബന്ധമുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രചാരണത്തിന് ഇറങ്ങിയതാകാം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നടപടി ഉണ്ടായാൽ പാർട്ടി അടുത്ത ഘട്ട നടപടിയിലേക്ക് കടക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് എത്രത്തോളം ശരിയാണ്? നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു വേദിയിലും അദ്ദേഹത്തിന് പ്രവേശനമില്ല. പ്രചരണ രംഗത്ത് പാർട്ടിയുടെ പ്രചാരകനല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടായാൽ ഞങ്ങൾ അതിലേക്ക് കടക്കും. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പരാതിയുള്ളവർ ധൈര്യമായിട്ട് പരാതി എഴുതി കൊടുക്കണം. കാരണം അവരുടെ കൂടെ പൊതുസമൂഹം ഉണ്ടാവുമല്ലോ, അവർക്ക് പ്രൊട്ടക്ഷൻ പൊതുസമൂഹം നൽകും. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇങ്ങനെ എന്നെ സംശയത്തിൻ്റെ പുകമറയിൽ നിർത്തിയിരിക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഇത്ര ദിവസത്തിനകം റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് കോടതിയെ കൊണ്ട് ഡയറക്ഷൻ കൊടുപ്പിക്കാം. ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിലവിലുള്ള പാർട്ടിയുടെ സസ്പെൻഷൻ തുടരും. ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതലായി നൽകുന്നതിനായി. ഷീജ, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നത്. അതും നമുക്ക് കേൾക്കാനും വായിക്കാനും ഒന്നും പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനുശേഷവും വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ഷാഫി പറമ്പിൽ അടക്കം. പക്ഷെ അപ്പോഴും കെ മുരളീധരൻ പറഞ്ഞിരുന്നു സസ്പെൻഷൻ നിൽക്കുന്നുണ്ട്, യാതൊരു വിധത്തിലുമുള്ള സപ്പോർട്ടും ഒരു നേതാക്കളും നൽകുന്നില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഇന്നും അത് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് രാഹുലിനെതിരെ ഒരു എതിർ ശബ്ദം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു. പക്ഷെ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഷീജ? തീർച്ചയായും, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിനെ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കെ മുരളീധരൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റു നേതാക്കളുടെ ഒരു സാഹചര്യം ഇതല്ല. കാരണം കെ മുരളീധരൻ നിലവിൽ ഇന്നത്തെ ഒരു പ്രതികരണത്തിൽ അതാണ് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വരുന്ന ഒരു ഘട്ടം, ആ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുൾപ്പെടെ രാഹുൽ ഇറങ്ങിയ ഒരു വിഷയമുണ്ടായത്. അതിൽ ആണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് കാര്യങ്ങളാണ്. രാഹുൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തിയ പ്രചരണമായിരിക്കും, പാർട്ടി പറഞ്ഞിട്ട് നടത്തിയ ഒരു പ്രചരണമല്ല രാഹുൽ നടത്തിയത് എന്നുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേദിയിലും രാഹുൽ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ഒരു നേതാക്കൾ നേതൃത്വം നൽകുന്ന ഒരു പ്രചരണത്തിനും രാഹുൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലൊരു വിഷയം ഇല്ലായിരുന്നുവെങ്കിൽ രാഹുലിന് കോടതിയെ സമീപിക്കാമായിരുന്നു. താൻ നിരപരാധിയാണ്, തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാമായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു നടപടിയും രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതൊരു വിമർശന സ്വരത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അതിന് ഒപ്പം അദ്ദേഹം എടുത്തു പറയുന്നത്, ഈ പെൺകുട്ടി നേരിടുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പെൺകുട്ടിക്ക് എന്ത് തരത്തിലുള്ള ഭീഷണി ഉണ്ടായാലും ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല, പൊതുസമൂഹം ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടാകും, അതുകൊണ്ട് പരാതി നൽകുന്നതിൽ ഒരു തരത്തിലുള്ള താമസവും വരുത്തേണ്ടതില്ല പെൺകുട്ടി എന്നുകൂടിയാണ് പ്രതികരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കോൺഗ്രസിനുള്ളിൽ രാഹുൽ വിഷയത്തിൽ ഏതായാലും എല്ലാ നേതാക്കളും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലല്ല. ഈ വിഷയത്തിൽ തന്നെ തർക്കം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്.